കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് ഏതെങ്കിലും ഒരു വിജിലൻസ് കേസ് തെളിഞ്ഞതായിട്ടുണ്ടോ? ഈ കേസിനല്ല, ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, ഒരു പ്രധാനപ്പെട്ട സർക്കാർ പോസ്റ്റിലിരുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? അത് പലകടിയും കഴിയും. ഈ പോലീസിലാണ് ഞാൻ പറയുന്നത്. പോലീസ് എത്ര നടന്നിട്ടുണ്ട്? ഒരെണ്ണവും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഇതുപോലെയുള്ള റിപ്പോർട്ട് ഹാജരാക്കി മുന്നോട്ട് കൊണ്ടുപോകും, ഇത് കൊണ്ട് സപ്പോർട്ട് ചെയ്യും, ഇത് തീർന്നു പോകും എന്നുള്ളതാണ്. ഇത് മുഖ്യമന്ത്രിയുടെ റോൾ എനിക്ക് മനസ്സിലായില്ല. ഇതെല്ലാം വളരെ കഷ്ടപ്പെട്ട് മുഖ്യമന്ത്രിയിലേക്ക് കെട്ടാൻ വേണ്ടി ശ്രമിക്കുക. പ്രതിപക്ഷത്തിന് പോലും ഇല്ലല്ലോ അങ്ങനെ ഒരു വാർത്ത. പ്രതിപക്ഷം വരെ കാര്യമായിട്ട് ഒന്നും പറയുന്നില്ല. കാരണം എന്താണെന്നറിയോ? കാരണം എത്രയേ ഉള്ളൂ, ഇത് പ്രതിപക്ഷം പറഞ്ഞ ആരോപണം അല്ലാന്ന്. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ഇല്ല ഇതിൻ്റെ അകത്ത്. ഇത് ഏത് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണമുള്ളത്? ഇത് മുഴുവൻ പി വി അൻവർ ഉന്നയിച്ച ആരോപണമാണ്. പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഇപ്പോൾ ആളില്ല, പി വി അൻവർ ഇല്ലതാനും. പി വി അൻവർ ഉന്നയിച്ച ആരോപണം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തോ പി വി അൻവറിന് ക്രെഡിറ്റ് കിട്ടുമെന്ന് വെച്ചാൽ അവർ ഉപേക്ഷിച്ചു. ഇതാണ് സംഭവം. ഈ മറ്റുള്ള കേസിൽ നിങ്ങളിപ്പം കെ കരുണാകരൻ്റെ കാര്യത്തിലാണെങ്കിലും കെ എം മാണീൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ വനംമന്ത്രിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതെല്ലാം വനംമന്ത്രിക്കും കെ കരുണാകരനും പിന്നെ അതുപോലെ തന്നെ കെ എം മാണിക്കും നേരെയുള്ള ആരോപണങ്ങൾക്കെതിരെയാണ് കോടതി ഉത്തരവ്. ഇതങ്ങനെയല്ല. ഇതെന്ന് പറയുന്നത് എം ആർ അജിത് കുമാർ അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു, അനുമതിക്കായി സമർപ്പിക്കുന്നു പറഞ്ഞ ഒരു വിവരദോഷിയായ ഉദ്യോഗസ്ഥൻ കൂടെ കാണിച്ചു എന്നുള്ള മണ്ടത്തരം മാത്രമേ ഇതിനകത്തുള്ളൂ. അതുകൊണ്ട് കോടതി വ്യക്തമായിട്ട് അതിനകത്ത് അങ്ങനെയല്ല. ഒരു കോടതി വ്യക്തമായി കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈനും എന്താണ് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും പുറത്താണ് ഈ ഉദ്യോഗസ്ഥൻ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു.